മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം ഏകാദശസ്കന്ധം ദ്വാവിംശോധ്യായ 22-ാമത്തെ അധ്യായം. ഉദ്ധവ ഉവാച കപിതത്വാനി വിശ്വേശ സംഖ്യാതാന്യർഹിഭിः പ്രഭോ നവൈകാദശ പഞ്ചത്രീണ്യർത്ഥ ത്വമിഹ ശുശ്രുമാ. ഉദ്ധവൻ ചോദിക്കാൻ, ഇവിടെ നമ്മൾ കഴിഞ്ഞ 2 അധ്യായങ്ങളിൽ വേദങ്ങളും വേദമാർഗങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് ഭഗവാൻ പറഞ്ഞത്. അതായത് വേദത്തിലെ കർമ്മകാന്ഡം, അതുമാതിരി ഉപാസനാകാന്ഡം, ജ്ഞാനകാന്ഡം, ഇത് തന്നെയാണ് ഭഗവാനെ പ്രാപിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ള കർമ്മയോഗം, ഭക്തിയോഗം, അതുമാതിരി ജ്ഞാനയോഗം. ഇതിൻ്റെ അടിസ്ഥാനം അത് എങ്ങനെയെന്ന് പറഞ്ഞില്ല, സ്വധർമ്മ ആങ്ങൾ ആചരിച്ചുകൊണ്ട് വേണ്ട രീതിയിൽ ഈ 3 യോഗങ്ങൾ വഴിയും അവസാനം ആത്യന്തികമായിട്ടുള്ളതിൽ ജ്ഞാനയോഗം എത്തിക്കഴിഞ്ഞു വെച്ചാൽ, അല്ലെങ്കിൽ ആത്യന്തികമായിട്ടുള്ള ഭക്തിയോഗത്തിൽ എത്തിക്കഴിഞ്ഞു വെച്ചാൽ, പിന്നെ ഈ വിധി നിഷേധങ്ങൾക്കൊക്കെ അതീതനായിട്ട് ഭഗവാനെ പ്രാപിക്കാൻ കഴിയും. പിന്നെ നമ്മുടെ ശ്രദ്ധ ഭഗവാൻ ഏറ്റെടുത്ത് കൊടുക്കുന്ന ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അതുവരെയുള്ള ആൾക്കാർക്ക് സ്വധർമ്മം ആചരിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പോകാനുള്ള മാർഗങ്ങളാണ് ആദ്യത്തെ അധ്യായത്തിൽ കഴിഞ്ഞതിന് മുമ്പിലത്തെ അധ്യായത്തിൽ പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വേദമാർഗങ്ങളെ ഒട്ടും ശ്രദ്ധിക്കാണ്ട് വെറും ലൗകിക വിഷയങ്ങളിൽ മുഴുകിയിട്ട് അതിലിത് താന്തോന്നികളായിട്ട് നടക്കുന്ന ആൾക്കാർക്കുണ്ടല്ലോ, അവരെ എങ്ങനെ മെല്ലെ മെല്ലെ ഈ വേദങ്ങളിൽ വഴിയിട്ട് ഈ നല്ല മാർഗത്തിലേക്ക് കൊണ്ടുവരാം. അതിനാണ് അതുമാതിരി ഗുണദോഷങ്ങൾ, വിധി നിഷേധങ്ങളൊക്കെ വേദങ്ങളിൽ പറഞ്ഞത്. അതനുസരിച്ച് മെല്ലെ മെല്ലെ കേൾക്കുമ്പോൾ അത് ചെയ്യാൻ പാടില്ല, അത് അങ്ങനെ വരുമ്പോൾ മെല്ലെ മെല്ലെ ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികൾ നിർത്തിയിട്ട് ചെയ്യാൻ പാടുന്ന പ്രവൃത്തികൾ ചെയ്യുക. അതുമാതിരി ഓരോ സംഗതികളുടെയും ഗുണദോഷം ചിന്തിച്ചുകൊണ്ട് ഗുണമുള്ളത് മാത്രം ചെയ്യുക എന്നുള്ള ആ ബുദ്ധി വരുത്തി മെല്ലെ അതിൻ്റെ കർമ്മയോഗത്തിലേക്ക്, ജ്ഞാനയോഗത്തിൽ, ആ യഥാർത്ഥത്തിലുള്ള മാർഗത്തിലേക്ക് കൊണ്ടുവരാനാണ്. അങ്ങനെയാണ് ഈ കഴിഞ്ഞ 2 അധ്യായങ്ങളിൽ. അപ്പോൾ വീണ്ടും ഉദ്ധവൻ ചോദിക്കുകയാണ്, അങ്ങ് ഇതിനു മുമ്പ് പറയണ്ടായി ആകെ തത്വങ്ങൾ 28 അത് 19-ാമത്തെ അധ്യായത്തിൽ ഭീഷ്മർ ധർമ്മപുത്ര ഉപദേശിക്കുന്ന സമയത്താണ് അങ്ങനെ പറഞ്ഞ് 28 തത്വങ്ങളുണ്ടെന്ന്. അതാണ് നവ ഏകാദശ പഞ്ചത്രീണ്യാർത്ഥ ത്വമിഹ ശുശ്രുമാ. അങ്ങ് ഇവിടെ പറയണ്ടായി 9, 11, അതുമാതിരി 5, അതുമാതിരി 3, ഇങ്ങനെ ആകെ 28 അങ്ങ് പറയണ്ടായി. കേജ് ഷഡ്വിംശതിം പ്രാഹു അവരേ പഞ്ചവിംശതിം സത്രൈകേ നവഷഡ് കേജ് ചക്വാരേകാദശാവരേ. അങ്ങനെ 28 എന്ന് പറഞ്ഞു. അതായത് പുരുഷൻ, പ്രകൃതി, മഹത്തത്വം, അഹങ്കാരം, അങ്ങനെ 4. പിന്നെയോ 5 തന്മാത്രകൾ, അല്ലെങ്കിൽ 5 ഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങൾ എന്ന് പറയും. അങ്ങനെ ആദ്യത്തെ 9. പിന്നെ ഏകാദശങ്ങൾ എന്താണ്? 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും മനസ്സും, അങ്ങനെ ഏകാദശം. പിന്നെ അത് ആദ്യം നമ്മൾ പഞ്ചഭൂതങ്ങളാണ് പറഞ്ഞാൽ 5 തന്മാത്രകൾ, അല്ല 5 പഞ്ചതന്മാത്രകളാണ് ആദ്യത്തിൽ പ്രത്യേകിച്ചാൽ അത് പഞ്ചഭൂതങ്ങളാവാം. പിന്നെ ത്രീണി എന്ന് പറഞ്ഞാൽ 3 ഗുണങ്ങൾ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇങ്ങനെ 28 ഗുണങ്ങളാണല്ലോ എന്നാണ് അപ്പോൾ പറഞ്ഞത്. പക്ഷെ ഇവിടെ ഉദ്ധവൻ പറയുകയാണ്, ചിലർ 26 തത്വങ്ങൾ എന്ന് പറയും, വേറെ ചിലർ 25 പറയും, വേറെ ചിലർ 7 എന്ന് പറയും, ചിലർ 9 എന്ന് പറയും, ചിലർ 6 എന്ന് പറയും, വേറെ ചിലർ 4 എന്ന് പറയും, വേറെ ചിലർ 11 എന്ന് പറയും. ഇങ്ങനെ പല രീതിയിലും പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ ഭഗവാനെ. കേജിൽ സപ്തദശ പ്രാഹു ഷോഡശൈകേ ത്രയോദശ ഏതാവത്വം ഹി സംഖ്യാനം ഋഷയോ യദ്വിവക്ഷയാ ഗായന്തി പൃഥക ആയുഷ്മൻ ഇതം നോ വക്തുമരികസി. വേറെ ചിലർ 17 എന്ന് പറയും, 16 എന്ന് ചിലർ പറയും, വേറെ ചിലർ 13 എന്നും പറയുന്നുണ്ട്. മഹർഷിമാര് എന്തിനെ പറയാനായിക്കൊണ്ടാണ് ഈ സംഖ്യകളുടെ ഇങ്ങനെയുള്ള നിർണയം മാറി ഭിന്നമായിട്ട് പറയണത്. അതുകൊണ്ട് ഭഗവാനെ നോക്കൂ, എനിക്കത് വക്തും അങ്ങ് കൃത്യമായിട്ട് പറഞ്ഞു തരണം. എന്താണ് ഇങ്ങനെ പല രീതിയിലുള്ള പറയാന കാരണം, ഏതാണ് യഥാർത്ഥത്തിലുള്ളത്, എത്രയാണെന്നൊക്കെ അങ്ങ് പറഞ്ഞു തരണമെന്ന് പറയുകയാണ് ഉദ്ധവൻ. അപ്പം അതിന് ഭഗവാൻ ഉത്തരം പറയുകയാണ്. ശ്രീ ഭഗവാനുവാച യുക്തയ സന്ധി സർവത്ര യുക്തം ച സന്ധി. അങ്ങനെ 2 ഇതിലൊക്കെ പാഠഭേദങ്ങളാണ്, തെറ്റൊന്നുമില്ല.
യുക്തയ സന്ധി സർവത്ര ഭാഷന്തേ ബ്രാഹ്മണ യഥാ മായാം മരീയാം ഉത്ഗൃഹ്യ വദതാം കിന്നു ദുഃഖം. ഭഗവാൻ പറയാണ്, നമുക്ക് ബ്രാഹ്മണ അറിവുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെന്ത് പറയണു അതിലെല്ലാം യുക്തി ഉണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. ആ മദീയാം മായാം ഉത്ഗൃഹ്യ വദതാം ദുർഘടം കിന്നു. യഥാർത്ഥത്തിൽ ഇതൊന്നും വാസ്തവങ്ങളുള്ളതല്ല, എൻ്റെ മായയെ സംബന്ധിച്ചുള്ളതാണെന്നുള്ളത്. അപ്പം ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് ഈ മായയിൽ മുഴുകി സ്വീകരിച്ചിട്ട് പറയുന്ന ആൾക്കാർക്ക് ആ ബന്ധിപ്പിക്കാൻ കഴിയാത്തവർക്ക്, അതായത് മായയുടെ അങ്ങനെയല്ലേ, മായയിൽ എന്ത് വേണിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിക്കാൻ പറ്റാത്ത വസ്തുക്കളെയും കൂടി മായയിൽ ബന്ധിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ബന്ധിപ്പിക്കാൻ പറ്റാത്തായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് എന്ത് രീതിയിൽ വേണിച്ചാൽ ഈ തത്വങ്ങളെയൊക്കെ പറയാമെന്നാണ് ഭഗവാൻ പറയുന്നത്. നൈതദേവം യഥാർത്ഥത്വം യഥം വച്മി തത്തഥാ ഏവം വിവദതാം ഹേതു ശക്തയോ മേ ദുരത്യയാ. നോക്കൂ, അങ്ങ് അതിലെ ഭഗവാൻ എന്ത് പറഞ്ഞോ, ത്വം യഥാ ആത ഏതൽ ഏവന അഹം യൽ വച്മി തൽ തഥാ ഏവം വിവദതാം ഹേതു മേ ദുരത്യയാ ശക്തയാ. കാരണം എൻ്റെ ഈ ശക്തികൾ മുഴുവൻ ദുരത്തയ, അതായത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത അതുകൊണ്ട് എന്ത് ചെയ്യുക, ചിലപ്പോൾ നീ ഒരു അർത്ഥം പറഞ്ഞു വെച്ചാൽ ഞാൻ പറയാം അത് എനിക്ക് യോജിച്ചല്ല, ഞാൻ ഇങ്ങനെയാണ് പറയണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ രീതിയിൽ വാക്കുകളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കാൻ എല്ലാവർക്കും കഴിയുമെന്നാണ് പറയണത്. അതിൻ്റെ കാരണം എൻ്റെ യഥാർത്ഥത്തിലുള്ള തത്വം ഉണ്ടല്ലോ, അത് കടക്കാൻ കഴിയാത്ത, മനസ്സിലാക്കാൻ പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് എന്നാണ് ഭഗവാൻ പറയണത്. യാസാം വ്യതികരാദാസി വികൽപ്പോ വദതം പദം പ്രാപ്തേ ശമതമിപ്യേതി വാദസ്തമൻ സംയതി. ഇങ്ങനെ യാസാം വ്യതികരാൽ വദതാം പദം വികൽപ്പ, അതായത് ഏതൊന്നിൻ്റെ ഈ സമ്മേളനം ഹേതുവായിട്ടാണ് ഈ വാദിക്കുന്ന ആൾക്കാർക്ക് യഥാർത്ഥത്തിലുള്ള വസ്തുവിനെ പറ്റിയിട്ടുള്ള അറിവില്ലാണ്ട് അതിൽ നിന്ന് ഭേദം, ഈ വികല്പം ഉണ്ടായിട്ടുള്ളത്, അത് ശമവും ദമവും ഉണ്ടാകുന്ന സമയത്തുണ്ടല്ലോ ഈ ഭേദം ഇല്ലാണ്ട് നശിക്കുകയും ചെയ്യും. അതില്ലാണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ അതിനനുസരിച്ചുകൊണ്ട് കലഹവും ശമവും ദമവും വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവും, ഈ പുറമേക്കുള്ള വികല്പങ്ങളെല്ലാം ഇല്ലാണ്ടായിട്ട് എന്നിൽ ആ മാത്രങ്ങൾ വന്ന് ചേരും ചെയ്യും. അതുവരെ പലതായിട്ടുള്ള തത്വങ്ങളായിട്ട് അങ്ങനെ മാറിയിട്ട് പറയാൻ പറ്റുമെന്ന് പറയുകയാണ്. പരസ്പര അനുപ്രവേശാൽ തത്വാനം പുരുഷഋഷഭം പൗർവാവല്യ പ്രസംഖ്യാനം യഥാ വക്തു വിവക്ഷിതം. അതുകൊണ്ട് ഹേ പുരുഷശ്രേഷ്ഠ, ഈ തത്വങ്ങളുടെ എങ്ങനെയുണ്ടല്ലോ പരസ്പര അനുപ്രവേശ, അന്യോന്യമായിട്ടുള്ള ആ അനുപ്രവേശം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്തുകൊണ്ട് ആ പറയുന്ന അയാളുടെ ആ വാക്സാമർത്ഥ്യത്തിനനുസരിച്ച്, അയാളുടെ ഇച്ഛാസ്വരൂപത്തിനനുസരിച്ച് പല രീതിയിലുള്ള എണ്ണങ്ങളാക്കിയിട്ട് മാറ്റാൻ പറ്റും എന്നാണ് ഭഗവാൻ പറയുന്നത്. അതിന് ഉദാഹരണങ്ങൾ പിന്നെ ഭഗവാൻ പറയട്ടോ, ഏകസ്മിൻ അവിദൃശ്യന്തേ പ്രവിഷ്ടാനി ഇതരാണി ച പൂർവസ്മിൻ വാ പരസ്മിൻ വാ തത്വേ തത്വാനി സംവച. ഈ ഒന്നായിരിക്കുന്ന ഏകസ്മിൻ എന്നായിരിക്കുന്നതിൽ പൂർവസ്മിൻ തത്വേവ, അതിൽ കാരണമായിട്ടുള്ള തത്വത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ കാര്യരൂപമായിട്ടുള്ള വേറെ തത്വത്തിലോ ഇതിൻ്റെ ഇടയിലുള്ള തത്വങ്ങളുണ്ടല്ലോ ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിച്ചേർത്തുകൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇതരാണി തത്വാനി പ്രവിഷ്ടാനി സർവശ ദൃശ്യന്തേ. അതായത് ആകെ 28 തത്വങ്ങൾ അണിച്ചു കഴിഞ്ഞാൽ അതിനെ ചിലതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിച്ചേർത്തുകൊണ്ട് 25ആയിട്ടും 11ആയിട്ടും അങ്ങനെ പല രീതിയിൽ പറയാൻ പറ്റുന്നതാണ് ഭഗവാൻ പറയുന്നത്. അതായത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മണ്ണ് എന്നുള്ള തത്വത്തിൽ നിന്ന് പലതൊക്കെ ഉണ്ടായിട്ട് ഘടം അത് പലതും ഉണ്ടായി അവസാനം ഇതിനൊക്കെ കൂട്ടിച്ചേർത്ത് മണ്ണ് എന്ന് പറഞ്ഞാൽ മതി. അതുമാതിരി അഹങ്കാരം എന്നാണ് 3 ഇതുണ്ടായത്. വേണ്ട, ഒരു അഹങ്കാരം എന്ന് പറഞ്ഞാൽ 3 എന്നുള്ളത് 1ആയിട്ട് മാറും. അല്ലെങ്കിൽ 4 തരത്തിലുള്ളതിൻ്റെ ചിത്തം, ഹൃദയം, ബുദ്ധി, മനസ്സ്, ചിത്തം, ബുദ്ധി, മനസ്സ്, അഹങ്കാരം, ഇങ്ങനെ 4ആയിട്ട് ചിത്തവൃത്തികൾ പറയും. ഇതിനെല്ലാം കൂടി ചേർത്ത് കൊണ്ടുവച്ചാൽ 1ആയിട്ട് പറയാം. 3 ഗുണങ്ങളെ ഒരു ഗുണം മാത്രമേ ആ ഗുണങ്ങളെ ഒറ്റ വാക്കായിട്ട് അങ്ങനെ അങ്ങോട്ടും കൂടി ഈ എണ്ണലിന് രീതിക്കനുസരിച്ച് ഇതിൻ്റെ സംഖ്യകളെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുന്നതാണ്. പൗർവാപര്യമതോ മീഷം പ്രസംഖ്യാനമഭീപ്സതം യഥാവിഹിക്തം യദ്വക്രം ഗൃഹ്ണീമോ യുക്തി സംഭവാൽ. അതുകൊണ്ട് ഇവയുടെ ഈ കാര്യകാരണത്തെയും അതുമാതിരി എണ്ണത്തെയും ആഗ്രഹിക്കുന്നവരുടെ ആ മുഖത്തിൽ നിന്ന് ഏത് പ്രകാരം പ്രവർത്തിക്കണോ അതിന് അവരുടെ യുക്തിക്ക് അനുസരിച്ചുകൊണ്ട് നിശ്ചിതമായിട്ട് നമ്മൾ സ്വീകരിക്കണു എന്ന് മാത്രമേ പറയാൻ പറ്റൂ എന്നാണ് പറയുന്നത്. അനാദ്യ അവിദ്യായുക്തസ്യ പുരുഷസ്യാത്മവേദനം സ്വതോ ന സംഭവേദന്യ
തത്വജ്ഞോ ജ്ഞാനദോ ഭവേൽ. അനാദി അവിദ്യായുക്തസ്യ, അനാദിയായിട്ടുള്ള അവിദ്യയോട് ചേർന്നിട്ടുള്ള ഈ പുരുഷന് താനെ തന്നെ സ്വരൂപജ്ഞാനം എന്നുള്ളത് ഉണ്ടാവില്ല. ആ തത്വജ്ഞ തത്വജ്ഞനായ വേറൊരാള് ജ്ഞാനത്തെ കൊടുക്കുന്നതിനായിട്ട് ഭവിക്കും. അങ്ങനെയാകുമ്പോഴേ യഥാർത്ഥത്തിൽ തനിക്ക് അതിലെ തത്വം ഒരാൾക്ക് അറിയാൻ കഴിയും. തത്വങ്ങളുടെ അവസ്ഥ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിദ്യ കാരണമാണ് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തത്. അപ്പോൾ അത് വേറൊരാൾ പറഞ്ഞു തന്നാലാണ് നമുക്കത് മനസ്സിലാവുക. പുരുഷേശ്വരയോരത്ര ന വൈലക്ഷ്യന്നമണ്വി തദന്യകൽപ്പനാപാർത്ഥ ജ്ഞാനം ച പ്രകൃതേർഗുണ. ആദ്യത്തിൽ എങ്ങനെ പറഞ്ഞു വെച്ചാൽ എന്താണ് ഈ അവിദ്യ എന്നുള്ളത് ആദ്യം തൊട്ടുള്ളത് കൊണ്ട് പുരുഷൻ യഥാർത്ഥത്തിൽ ഈശ്വരനെ മനസ്സിലാക്കാൻ കഴിയില്ല. ഈശ്വരനും പുരുഷനും വേറെ തന്നെയാണ്. ഒരു ഗുരു വന്ന് ഉപദേശിച്ചാൽ മാത്രമേ ജ്ഞാനത്തിൽ വന്നാൽ മാത്രമേ പുരുഷനെ ഈശ്വരൻ എന്താണെന്നുള്ള ഭാവം മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ 26 തത്വം പ്രകൃതിയും പുരുഷനൊക്കെ വേറെ നിൽക്കേണ്ടി വരും. അതായത് പുരുഷൻ വേറെ ഈശ്വരൻ വേറെ എന്നുള്ളത്. എന്നാൽ ഈശ്വര ശരിക്കും പറയുക പുരുഷനും ഈശ്വരനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് കൽപ്പിക്കുകയാണ് വെച്ചാലോ വ്യത്യാസം എന്ന് വെച്ചാൽ അത് വെറും ഈ വ്യവഹാര ദശയിൽ തോന്നുകയാണ് രണ്ടാണെന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭേദം കൽപ്പിക്കേണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട് കുറേ പേര്. അവരുടെ അഭിപ്രായത്തിൽ ഈ ജ്ഞാനം എന്നുള്ളത് പ്രകൃതിയുടെ ഒരു അംഗമാണ്. ജ്ഞാനം പ്രകൃതിയുടെ ഒരു ഗുണമായിട്ടാണ് ജ്ഞാനം എന്ന് പറയുന്നത്. കാരണം ഈശ്വരനും ആ പുരുഷനും തമ്മിൽ വേറെ അറിവിൻ്റെ ആവശ്യമില്ല, രണ്ടും ഒന്ന് തന്നെയാണ് സങ്കല്പിക്കുന്നവരാണ് അവർ. പിന്നെയോ പ്രകൃതിർ ഗുണസാമ്യം വൈ പ്രകൃതേർന്നാത്മനോ ഗുണ സത്വം രജസ്തമൈരി ഇത്യുൽപത്യന്തഹേതവാ. പ്രകൃതി എന്നുള്ളത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ 3 ഗുണങ്ങളുടെ ആ സാമ്യാവസ്ഥ, അതായത് എല്ലാം ഒരേമാതിരി ഇരിക്കുന്ന അവസ്ഥയ്ക്കാണ് പ്രകൃതി എന്ന് പറയുക. അതുകൊണ്ട് ഈ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് കാരണങ്ങളായിട്ടുള്ള ഗുണത്രയങ്ങൾ പ്രകൃതിയുടെ ആണ്, അല്ലാണ്ട് അകർത്താവായിട്ടുള്ള ആത്മാവിൻ്റെ അല്ല, പ്രകൃതിയുടെയാണ് എന്ന് ചിലർ പറയും. ഇനിയോ സത്വം ജ്ഞാനം രജകർമ്മ തമോ അജ്ഞാനമിഹുച്യതേ ഗുണം വ്യതികരക്കാല സ്വഭാവ സൂത്രമേവച. അപ്പോൾ അവരങ്ങനെ കണക്ക് കൂട്ടിയിട്ട് എന്ത് പറയും? ഈ ഇതിലുള്ള സത്വവികാരമാണ് ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുമാതിരി രജോഗുണം കൊണ്ടാണ് കർമ്മം ഉണ്ടാവണത്. ഇനിയോ അജ്ഞാനം എന്നുള്ളത് തമസിൻ്റെ വികാരമാണ്. ഇങ്ങനെ ഈ ഗുണങ്ങൾക്ക് ശോഭ ഉണ്ടാക്കുന്ന ആ സർവേശ്വരനാണ് യഥാർത്ഥത്തിൽ കാലം. ആ സ്വഭാവം എന്നുള്ളത് മഹത്വത്വം തന്നെയാണ്. ഇതിങ്ങനെ ഓരോരുത്തരെ ഇതിനെ അവർ എങ്ങനെ ഈ ഓരോ തത്വങ്ങളെ അവർ നിർവചിക്കണമെന്ന് എന്താ പറയാണ്? പുരുഷ പ്രകൃതിർവ്യക്തമഹങ്കാരോ നഭോ നില ജ്യോതിരാപക്ഷിതിരി തത്വാന്യുക്താനിമേന്നവാ. അങ്ങനെയുള്ള ആൾക്കാർ ഇതൊക്കെ കൂടി എന്ത് പറയും? ആ 9 തത്വങ്ങൾ, അതായത് പുരുഷൻ, പ്രകൃതി, മഹത്തത്വം, അഹങ്കാരം, 5 തന്മാത്രകൾ, അങ്ങനെയാണ് പറയപ്പെട്ട ഈ 9 തത്വങ്ങൾ എന്നാണ് ആ 9ന്റെ ആൾക്കാർ പറയുന്നത്. ഇനിയോ ശ്രോത്രം ദർശനം ഘ്രാണോ ജിഹ്വേദി ജ്ഞാനശക്തയ വാക്പണ്യുവസ്തപ്പായു അംഘ്രി കർമ്മണ്യങ്കോഭയം മനാ. പിന്നെയോ മഹത്തത്വാദി ഇതിൽ എന്താണ് ഈ 11 തത്വങ്ങൾ എന്താണെന്നുള്ളത് പറയുകയാണ്. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. അപ്പോൾ അതിൽ ചെവി, ത്വക്ക്, കണ്ണ്, മൂക്ക്, നാക്ക്, ഇങ്ങനെ ആ ജ്ഞാനശക്തി എഴുതുന്ന 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. പിന്നെ വാക്ക്, പാണി, കയ്യ്, അതിൽ വാക്ക്, മുഖം, കയ്യ്, ഉപസ്ഥം, അതായത് ജനനേന്ദ്രിയം, വായു, വിസർജനേന്ദ്രിയം, അംഘ്രി, പാദങ്ങൾ, ഇങ്ങനെയാണ് കർമ്മേന്ദ്രിയങ്ങൾ. ഇതും 5 കർമ്മേന്ദ്രിയവും 5 ജ്ഞാനേന്ദ്രിയവും മനസ്സും ഇങ്ങനെ കൂട്ടിയിട്ട് ആണ് 11 എന്നുള്ളതാണ് ഒരു മനസ്സുമായിട്ടുള്ളതാണ് ഒരു കണക്ക്. പിന്നെയോ ശബ്ദ സ്പരിശോ രസോ ഗന്ധോ രൂപം ചേത്യർത്ഥജാതയ ഗത്യുത്സർഗശില്പാനി കർമായതന സിദ്ധയാ. 5 തത്വങ്ങൾ സ്ഥൂലമായിട്ട് പരിണമിച്ചിട്ടുള്ള ഇതില്ലേ 5 ഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങൾ, അതായത് സ്പർശം, രൂപം, രസം, ഗന്ധം, ഇങ്ങനെ ഇതെല്ലാം ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം ഇത് ചേർന്നതായിട്ട് എന്ത് ചെയ്യും? ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഇങ്ങനെ ഇത് വരും. അത് ചേർന്നുള്ളതാണ് പഞ്ചഭൂതങ്ങളാകുന്നു. അതുമാതിരി ഗതി, ഉക്തി, അതുമാതിരി മലത്യാഗം, ഭോഗം, ശില്പം, ഇതൊക്കെ കർമ്മേന്ദ്രിയങ്ങളുടെ ഫലങ്ങളായിട്ട് അങ്ങനെ പറയും.
ഗത്തി അതിലെ സർഗാദോ പ്രകൃഹ്യസ്യ കാര്യകാരണരൂപിണി സത്വാദിഗുണൈർധത്തെ പുരുഷോ വ്യക്ത ഈക്ഷതേ. ഈ പ്രകൃതി തൻ്റെ ഗുണങ്ങളായിട്ടുള്ള ഈ സത്വം, രജസ്, തമസ് ഇത് മൂന്നും കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയാദി വ്യാപാരങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ സൃഷ്ടി നിർവഹിക്കണം. സൃഷ്ടി, അതുമാതിരി അതിൻ്റെ രക്ഷ, സ്ഥിതി, അതുമാതിരി അവസാനം നാശം. ഇത് മൂന്നും ഈ ഗുണങ്ങളെ കൊണ്ടാണ് പ്രകൃതി ചെയ്യണത്. പക്ഷേ ഇതിനൊന്നും ഇതിലായില്ല, പരിണാമരഹിതനായിട്ടുള്ള പുരുഷൻ എന്ത് ചെയ്യുന്നു? ഇതെല്ലാം നോക്കിക്കൊണ്ട് അങ്ങനെ കേവലം സാക്ഷിയായിട്ട് ഇരിക്കുന്നു. അങ്ങനെ പറയും ചിലർ. വ്യക്താദയോ വികുർവാണ ധാതവ പുരുഷേക്ഷയാ ലബ്ധവീര്യാശ്രിയന്യണ്ടം സംഹതാ പ്രകൃതേർബലാൽ. ഈ തത്വങ്ങളുണ്ടല്ലോ, മഹത്വ തത്വം മുതല തത്വങ്ങളൊക്കെ ഇതൊക്കെ പ്രകൃതിയിൽ നിന്നുണ്ടായിട്ട് വികാരം പ്രാപിച്ചിട്ട് എങ്ങനെയാണ് വികാരം പ്രാപിച്ചത്? ഈ സാക്ഷിയായിട്ട് നിൽക്കുന്ന പുരുഷന്റെ നോട്ടം കൊണ്ടാണ്. അതിന് വീര്യം ലഭിച്ചിട്ടാണ് ഇതെല്ലാം ഒന്നിച്ചു ചേർന്നിട്ട് ഈ ഓരോ തത്വങ്ങളുണ്ടായി ഇതെല്ലാം കൂടി ചേർന്നിട്ട് ആ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കുന്നു. സപ്തൈവതാതവൈരി തത്രാർത്ഥ പഞ്ചഖാദയ ജ്ഞാനം ആത്മോപയാധാര തതോ ദേഹേന്ദ്രിയാസവാ. ഇങ്ങനെ ഇതിന് 5 തന്മാത്രകള്, അതുമാതിരി ദ്രഷ്ടാവായിട്ടുള്ള ജീവൻ, പിന്നെ ഇതിന് 2 ആധാരം ആയിട്ടുള്ള ആത്മാവ്, ദൃഷ്ടിന് ദശിക്കുന്ന ആത്മാവ്, ഇങ്ങനെ 7 പദാർത്ഥങ്ങളാണ് എന്ന് ചിലർ പറയും. പിന്നെ ഈ 7-ൽ നിന്ന് മറ്റ് ദേഹാദികള്, അതുമാതിരി ഇന്ദ്രിയങ്ങള്, പ്രാണങ്ങളെല്ലാം ഉണ്ടായതെന്നാണ് അവരുടെ അഭിപ്രായം. ആ 7ന്റെ തത്വം പറയുന്ന ആൾക്കാരിലെ അവരുടെ ഇതുപ്രകാരം എന്താണ്? 5 തന്മാത്രകളും ആത്മാവും ജീവനും ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് 7ന്റെ എണ്ണം പറയുന്ന ആൾക്കാർ. പിന്നെയോ ഷഡിത്യത്രാവി ഭൂതാനി പഞ്ചഷഷ്ടപരം പുമൻ തൈര്യുക്ത ആത്മസംഭൂതൈർ സൃഷ്വേദം സമുവാവിശൽ. 6 തത്വങ്ങൾ പറഞ്ഞ ആൾക്കാരെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഭൂതങ്ങളും 6ാമത്തെ തത്വമായിട്ടുള്ള പരമാത്മാവും ഉണ്ട്. ഈ പരമാത്മാവിൽ നിന്ന് ഈ പഞ്ചഭൂതങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചുകൊണ്ട് അതിൽ ജീവരൂപേണ പരമാത്മാവ് പ്രവേശിച്ചു. അങ്ങനെ 6 തത്വം പറയുന്ന ആൾക്കാർ അങ്ങനെ പറയും. സത്വായേവേദി തത്രാവി തേജ ആവോന്നമാത്മന ജാതായിതം ജാതം ജന്മാവയവിന ഖലൂ. ഇനി 4ആണ് തത്വം എന്ന് പറയുന്ന കൂട്ടത്തിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തേജസ്, അതായത് അഗ്നി, ജലം, ഭൂമി, ഇങ്ങനെ ഈ 3 ഇതും പിന്നെ ആത്മാവും, ഇങ്ങനെ 4 തത്വങ്ങളേ ഉള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇതുകൊണ്ടാണ് പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച അങ്ങനെ ഒരു തത്വമുള്ള 4 പറയുന്ന ആൾക്കാരുണ്ട്. സംഖ്യാനി സപ്തദശകേ ഭൂതമാത്രേന്ദ്രിയാണി പഞ്ചൈകമനസാ ആത്മാ സപ്തദശ സ്മൃത. ഇനി വേറെ ചിലർ 17 എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അവരെ കൂട്ടത്തിൽ എങ്ങനെയാ വെച്ചാൽ 5 ഭൂതങ്ങള്, 5 തന്മാത്രകള്, പിന്നെ 5 ഇന്ദ്രിയങ്ങള്, ഇതോടുകൂടിയിട്ട് മനസ്സും ആത്മാവും കൂടി കൂടുമ്പോൾ 15, 2, 17, അങ്ങനെ 17 എന്നുള്ള തത്വത്തിൽ വേറെ ചിലർ പറയും. തത്വൽ ഷോഡശസംഖ്യാനി ആത്മൈവ മന ഉച്യതേ ഭൂതേന്ദ്രിയാണി പഞ്ചൈവ മന ആത്മാത്രയോദശ. ഇനി 16 നേരെ 17 നിന്ന് 16 ആകുമ്പോൾ എന്ത് ചെയ്യും? ഈ ആത്മാവും മനസ്സും ഒന്നാണെന്നുള്ള ഭാവത്തിൽ മറ്റ് പഞ്ചതിലെ ഇന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളും കൂടിയിട്ട് അങ്ങനെ 16 എന്ന് വേറെ ചിലർ പറയും. എന്നിട്ടോ ഇനി 13 എന്നുള്ള ഘട്ടത്തിൽ എങ്ങനെ ഉണ്ടാവും? 5 ഭൂതങ്ങളും 5 ഇന്ദ്രിയങ്ങളും അതുമാതിരി മനസ്സും പിന്നെ ജീവാത്മാവ്, പരമാത്മാവ്, ഇങ്ങനെ 13 എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. ഏകാദശത്വ ആത്മാസൗ മഹാഭൂതേന്ദ്രിയാണി അഷ്ടൗ പ്രകൃതയശ്ചൈവ പുരുഷശ്ച ന വേദ്യതാ. ഇനി 11 തത്വങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരെ എങ്ങനെയാണ്? ആത്മാവ് 1, പിന്നെ പഞ്ചഭൂതങ്ങളും 5 ഇന്ദ്രിയങ്ങളും, ഇങ്ങനെ 11 തത്വങ്ങളാണ് അതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇതുണ്ട്. പിന്നെ 9ആണ് തത്വങ്ങൾ എന്ന പക്ഷത്തിൽ മൂലപ്രകൃതിയും പ്രകൃതി വികൃതി 7 ആത്മാവും, ഇങ്ങനെ 9 തത്വങ്ങളാണെന്നാണ്. അതായത് മൂലപ്രകൃതി 1, ആത്മാവ് 2, പിന്നെ അതിൽ അതായത് പഞ്ചഭൂതങ്ങൾ, അങ്ങനെ 9 തത്വങ്ങൾ ആണ് അവർ. അങ്ങനെ അതിൽ പ്രകൃതി 9 അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അതായത് ഇവിടെ ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി, മഹത്തത്വം, അഹങ്കാരം, 5 തന്മാത്രകൾ, ഇതൊക്കെ കൂടിയിട്ട് 8, പിന്നെ അത് പുരുഷനും കൂടി 9 എന്നാണ്. ആ 9 അതിൽ പറഞ്ഞിട്ടുള്ള എൻ്റെ കണക്ക്.
ഇതി നാനാപ്രസംഖ്യാനം തത്വാനാം ഋഷിഭികൃതം സർവം ന്യായം യുക്തിമത്വൽ വിദുഷം കിമശോഭനം. എന്നിട്ട് ഭഗവാൻ ചുരുക്കി പറയാണ്, ഇപ്രകാരം ഈ തത്വങ്ങളിലെ പല രീതിയിലുള്ള ബഹുവിധത്തിലുള്ള ഈ ഇതിൽ ഇങ്ങനെ ചെയ്തിട്ടുള്ള ഇതിൽ വിവരണങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ എണ്ണങ്ങളുണ്ടല്ലോ, അതെല്ലാം യുക്തിമത്വാൽ എല്ലാം യുക്തിയോടുകൂടി ചെയ്തുള്ളതാണ് പറയുന്നത്. കാരണം സർവം എല്ലാം ന്യായമായിട്ടുള്ളതുമാണ്. കാരണം വിദുഷാം അശോഭനം കിം, പണ്ഡിതന്മാർക്ക് വിദ്വാൻമാർക്ക് ശോഭനമില്ലാത്ത എന്താ ഉള്ളത്? അവരവരുടെ അറിവിനും കഴിവിനും അനുസരിച്ചാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളതെന്നാണ് ഭഗവാൻ പറയുന്നത്. അതിലൊന്നും അത്ര ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒന്നേ ഉള്ളൂ. ഒന്നെന്നുള്ളതിന് ഒന്നതിന് 2 പറയാം, 3 പറയാം, 9 പറയാം, 24 എന്തായാലും അവസാനം ഒന്നിലേക്ക് തന്നെ എത്തണം. അത് ഓർമ്മിച്ചാൽ മതി. ഉദൗവാച പ്രകൃതി പുരുഷശോഭൗ യദ്യപ്യാത്മവിലക്ഷണൗ അന്യോന്യാവാശ്രയൽ കൃഷ്ണ ദൃശ്യതേ ന വിദാതയോ പ്രകൃതൗ ലക്ഷ്യതേ ഹ്യാത്മാ പ്രകൃതിശ്ച തഥാത്മനി. അപ്പൊ ഉദ്ധവൻ ചോദിക്കുകയാണ്, നോക്കൂ, എന്താണ് ഈ പ്രകൃതി പുരുഷശോഭോ യദ്യപ്യാത്മവിലക്ഷണവും? അതായത് ഈ പ്രകൃതി പുരുഷന്മാർ രണ്ടും സ്വഭാവവിശേഷങ്ങൾ കൊണ്ട് പരസ്പര വിലക്ഷണങ്ങളാണെങ്കിൽ കൂടിയിട്ട് ഒന്നിച്ച് ഇരിക്കുന്നതിനാൽ അവയുടെ ഭേദം അറിയപ്പെടുന്നില്ല. പക്ഷേ പ്രകൃതിയും ആത്മാവും അപ്രകാരം ആത്മാവിൽ പ്രകൃതിയും ഒന്നിച്ചേ അറിയപ്പെടുള്ളൂ. എപ്പോഴും ഇത് രണ്ടും വേറെ ആണെങ്കിൽ കൂടിയിട്ട് നമുക്ക് വേറിടിച്ച് കാണാൻ കഴിയുന്നില്ല. കാരണം രണ്ടും എപ്പോഴും ചേർന്നുകൊണ്ടല്ലേ ഇരിക്കുന്നത് ചോദിക്കുകയാണ്. ഏവം മേ പുണ്ടരീകാക്ഷ മഹാന്തം സംശയം ഹൃദി ചേത്തുമർഹസി സർവജ്ഞ നയനൈഗുണൈ. അതായത് എങ്ങനെയാണ് ഇതെങ്ങനെ ഇത് വേറിട്ട് കാണാൻ പറ്റുക? കാരണം എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയും പുരുഷനെയും വേറിട്ട് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ മനസ്സിലുള്ള ഈ സംശയത്തിനെ തീർത്തു തരിക? അതാന്ന് പറഞ്ഞു തരണം. അങ്ങയുടെ വജോബിൽ നല്ല നയത്തോടു കൂടിയുള്ള നിപുണമായിട്ടുള്ള നയത്തോടു കൂടിയുള്ള വാക്കുകളെ കൊണ്ട് എൻ്റെ ഈ സംശയം തീർത്തു തരണമെന്ന് പറയുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് വേറെ കാണാൻ പറയുക, മനസ്സിലാക്കാൻ പറ്റുക? ശരീരത്തിൻ്റെ ഉള്ളിലുള്ള പ്രകൃതി ഭാവവും ആത്മാവ് എന്നുള്ള ഭാവവും വേറിട്ട് കാണാൻ പറ്റുക എങ്ങനെയെന്നാണ് ചോദിക്കണം ഉദ്ധവൻ. ശ്രീ ഭഗവാനുവാച ത്വത്തോ ജ്ഞാനം ഹി ജീവാനം പ്രമോഷസ്തേത്ര ശക്രിത ത്വമേവ ഹ്യാത്മമായായ ഗതിം വേദ്ധ ന ചാവരാ. അങ്ങല്ലാണ്ട് ആ ജ്ഞാനം അങ്ങാണ് യഥാർത്ഥത്തിൽ ഈ ജീവന്മാർക്ക് എല്ലാവർക്കും ജ്ഞാനം എന്നുള്ളത് നൽകുന്ന യഥാർത്ഥത്തിൽ അങ്ങാണ്. പ്രമോഷസ്തേത്ര ശക്രിത. അതുമാതിരി എന്താണ് ഈ അങ്ങ് മാത്രമേ യോഗമായയുടെ ഗതി യഥാർത്ഥത്തിൽ അറിയുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങ് ഈ സംശയം തീർത്തു തരണം എന്നാണ് ഭഗവാൻ പറയണത്. ശ്രീ ഭഗവാനുവാച പ്രകൃതി പുരുഷശ്ചേരി വികൽപ്പ പുരുഷ ഋഷഭ ഏക വൈകാരിക സർഗോ ഗുണം വ്യതികരാത്മക. ഭഗവാൻ പറയാണ്, ഉദ്ധവ, ഈ പ്രകൃതി പുരുഷൻ എന്നുള്ള ഭേദമുണ്ട്. ഗുണങ്ങളുടെ ക്ഷോഭത്തിൽ നിന്നുള്ള ഈ ശരീരസംഘാതം യഥാർത്ഥത്തിൽ വികാരങ്ങളോട് കൂടിയതാണ്. അതുകൊണ്ട് രണ്ടും വേറെ തന്നെയാണ് എന്ന് പറയുകയാണ്. പ്രകൃതി ഒന്ന് വേറെയാണ്, പുരുഷൻ ഒന്ന് വേറെ തന്നെയാണ്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി ഉള്ളതുണ്ടല്ലോ, ഈ ഗുണത്രയങ്ങളുടെ ഇതുകൊണ്ട് ക്ഷോഭം കൊണ്ടുണ്ടായിട്ടുള്ള ഇതാണ് ഈ ശരീരമാകുന്ന ഈ സംഘാതം. അതാദ്യം മനസ്സിലാക്കണം. എന്നിട്ടോ മമാംഗമായ ഗുണമയ്യ അനേകത വികൽപ്പബുദ്ധീശ്ച ഗുണൈർവിധത്തെ വൈകാരിക ത്രിവിധോധ്യാത്മമേകം അതാദിദൈവം അതിഭൂതമന്യൽ. എൻ്റെ ഉദ്ധവ, എൻ്റെ ഈ മായ ഉണ്ടല്ലോ, ഗുണമയി ആയിട്ടുള്ള എൻ്റെ ഈ മായ, അതെങ്ങനെയാണ്? അത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നുള്ള ആ ഭേദങ്ങളെ കൊണ്ട് എന്ത് ബുദ്ധിയും എല്ലാറ്റിനെയും അതിൽ ബാധിക്കുന്നത്. എന്നിട്ടോ വികാരങ്ങളോട് കൂടിയിട്ട് ഈ ശരീര സംഘാതം ഉണ്ടാക്കുകയാണ്. ആ സംഘാതം എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 3 ഭാവങ്ങളുണ്ടെന്ന് പറയുക. ആധ്യാത്മികം, ആദിദൈവികം, ആദി ഭൗതികം. ഇങ്ങനെ 3 വിധത്തിലാണ്. അതായത് സത്വഗുണത്തിനെ ആശ്രയിച്ചിട്ടാണ് ആദ്യ ദൈവികം എന്നുള്ള ഭാവം, ആധ്യാത്മികം എന്നുള്ളത് രജോ ഗുണത്തിനെ ആശ്രയിച്ചത്, ആദി ഭൗതികം എന്നുള്ളത് തമോ ഗുണത്തിനെ ആശ്രയിച്ചിട്ട് അങ്ങനെ 3 ഭാവങ്ങളോട് കൂടിയിട്ട് സംഘാതങ്ങളായിട്ട് ഇത് വളർന്നു. ഇത് തന്നെ നേരത്തെ പറഞ്ഞ തത്വങ്ങളെ തന്നെ ഈ രജോ ത്രിഗുണങ്ങളിൽ കൂടി ഇങ്ങനെ പറയാൻ തരണമെന്നും പല രീതിയിലുള്ള വിവരിക്കലാണ് ഭഗവാന്റെ. ദൃഗ്രൂപമാർക്കം വപുരത്രരന്ധ്രേ പരസ്പരം സിദ്ധ്യതിയ സ്വതഖേ ആത്മായദേശം അപരോയ ആദ്യ സ്വയാനുഭൂത്യ അഖില സിദ്ധസിദ്ധി ഏവം ത്വഗാദി ശ്രവണാദി ചക്ഷുർ ജിഹ്വാദി നാസാദി ചിത്തയുക്തം. ഭഗവാൻ പറയാണ്, എന്താണ്?
ആദ്യമായിട്ട് ദൃഗ് രൂപം, ദൃഗ് രൂപം എന്താണ്? ചക്ഷുസ് എന്ന് പറയുന്നതാണ്. അതാണ് അധ്യാത്മമായിട്ടുള്ള ഇതാണ് ചക്ഷുസ്. അതിൻ്റെ അതിഭൂതം ആയിട്ടുള്ള ഭാവം എന്താണ്? രൂപം. കണ്ണുകൊണ്ട് എന്താ കാണുക? രൂപം. അതാണ് ആദി ഭൗതികം. മറ്റത് ആധ്യാത്മികം. പിന്നെ ആദി ദൈവികമായിട്ടുള്ള എന്താണ്? ഈ ചക്ഷുർഗോളത്തിൻ്റെതായിട്ടുള്ള സൂര്യൻ എന്നുള്ളതാണ് ദേവത. ഇങ്ങനെയാണ്. അപ്പോൾ സൂര്യൻ എന്നുള്ളത് ആദി ദൈവികം, ചക്ഷുസ് എന്നുള്ളത് അല്ലെങ്കിൽ ശ്രോത്രം എന്നുള്ളത് ആധ്യാത്മികം, രൂപം എന്നുള്ളത് ആദിദൈവികം. ഇങ്ങനെയാണ് ഈ ഇന്ദ്രിയങ്ങളിലും ദ്രഷ്ടാവ്, ദൃക്ക്, ദൃശ്യം എന്നുള്ള 3 ഭാവത്തിൽ വരുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? വികല്പ എങ്ങനെയാണ്? ആത്മായതേഷം അപരോയ ആത്മാവ് ഇതിൻ്റെയൊക്കെ പരായിട്ട് ഇതെല്ലാം നോക്കിക്കൊണ്ടാണ് ആദ്യനായിട്ട് ഇരിക്കുന്നേയുള്ളൂ. സ്വയം അനുഭൂതി അഖില സിദ്ധി, ഇതിൽ നിന്ന് യാതൊരു ബന്ധവും ഇല്ലാണ്ട് സ്വതസിദ്ധമായിട്ടുള്ള പ്രകാശത്തെ കൊണ്ട് എല്ലാറ്റിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങനെയാണ് ആത്മാവ് എന്നുള്ളത്. അപ്പോൾ ഈ കണ്ണിൻ്റെ ഇത് ആദ്യം ചിന്തിക്കുക. ഇനി ഇതേമാതിരി തന്നെ ഓരോ ഇന്ദ്രിയങ്ങളിൽ നോക്കുമ്പോഴും ത്വക്ക്, ശ്രവണം, ചക്ഷുസ്, ജിഹ്വ, നാസിക, ഇങ്ങനെ ഓരോ ഇതിൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇങ്ങനെ ഓരോ ഒന്നിനും ഇതേ തരത്തിലുള്ള 3 ഭാവങ്ങളിലെന്ന് ആലോചിക്കണം. ആത്മാവ് ഇതൊന്നും അല്ലേണിതെന്ന് വേറെ വിട്ടു നിൽക്കണതാണെന്ന് ഇങ്ങനെ സ്വയം ചിന്തിക്കണം എന്ന് പറയുകയാണ്. യോസൗ ഗുണക്ഷോഭകൃതോ വികാര പ്രധാനമൂലാത്മഹത പ്രസൂത മൂലാൻ മഹത പ്രസൂത അഹം ത്രിവൃന്മോഹ വികൽപഹേതു വൈകാരിക താമസ ഐന്ദ്രിയശ്ച. ഈ 3 ഗുണങ്ങളുടെ ഭേദം കൊണ്ട് 3 തരത്തിലുള്ള ഈ അഹങ്കാരം ഉണ്ടല്ലോ, അത് ഗുണങ്ങൾക്ക് ക്ഷോഭമുണ്ടാക്കുന്ന കാലം, അതുമാതിരി അത് നിമിത്തം എന്തുണ്ടാവും? പ്രധാന കാര്യമായിട്ടുള്ള മഹത്വത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഈ അഹങ്കാരമാണ് ഈ അജ്ഞാനമയമായിട്ടുള്ള ഈ ഭേദത്തിനെല്ലാം കാരണം എന്നാണ് ഭഗവാൻ പറയണത്. ആത്മാപരിജ്ഞാനമയോ വിവാദോ ഹ്യസ്തീതി നാസ്തീതി വിദാർത്ഥനിഷ്ഠ വ്യർത്ഥോ വിനൈവോ വരമേതപുംസം മത്ത പരാവർത്തതിയം സ്വലോകൽ. ഈ ആത്മാവ് യഥാർത്ഥത്തിൽ പറഞ്ഞ എങ്ങനെയാണ്? സ്വയം പ്രകാശിക്കുന്ന സ്വരാട്ടാണത് എന്ന് ഉണ്ടെന്നും ഇല്ലാന്നും ഉള്ള ഈ വാദകോലാഹലങ്ങൾക്കെല്ലാം എന്തിനാണ് ഉണ്ടാവുന്നത്? എവിടെ ആലോചിച്ചിട്ടാണ്? ഈ പ്രപഞ്ചത്തിനെ, ഈ ദ്വൈതമായുള്ള പ്രപഞ്ചത്തിനെ വിഷയിച്ചുകൊണ്ട് ചിന്തിക്കുമ്പോഴാണ് ആത്മാവില്ല ഉണ്ടെന്നുള്ളതൊക്കെ ഉണ്ടായിത്തീരുക. അല്ലാന്നുണ്ടെങ്കിൽ ആത്മാവിനെ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അത് സ്വയം പ്രകാശമായിട്ടുള്ളതാണ്. ഇതെന്നാൽ എല്ലാം എല്ലാറ്റിൽ നിന്നും വിട്ടു നിൽക്കുന്നതായിട്ടുള്ള ബഹിർമുഖന്മാരായിട്ടുള്ള ആൾക്കാർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്താണെങ്കിൽ കൂടിയിട്ട് ആ അഹങ്കാരാദികൾ നിവർത്തിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഈ ആത്മാവ് എന്നുള്ളത്. എന്നാലോ അഹങ്കാരം ഇതൊക്കെ ഉള്ളിടത്തോളം കാലം ഒരിക്കലും എന്താണ് ആത്മാവെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയൂല എന്ന് പറയുകയാണ്. ഉദ്ധവോവാച ത്വത്തപരാവൃത്തതിയ സ്വഹൃതൈർകർമ്മഭിപ്രഭോ ഉച്ചാവചാൻ യഥാദേഹൻ ഗൃണ്ണന്തി വിസൃജന്തി ച. ഉദ്ധവം പറയുകയാണ്, അപ്പോൾ ഭഗവാനെ നോക്കൂ, അങ്ങയിൽ നിന്ന് ഇപ്പോൾ പറഞ്ഞില്ലേ, ഈ ബഹിർമുഖന്മാരായിട്ടുള്ള ആൾക്കാർക്ക് ഒരിക്കലും ആത്മാവ് എന്താണെന്നുള്ളത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറ്റില്ലേ? അവരെന്ത് ചെയ്യണു? തങ്ങളുടെ കർമ്മവാസനകളിൽ അങ്ങനെ മുഴുകിയിട്ട് ഉത്കൃഷ്ടങ്ങളായിട്ടുള്ള നികൃഷ്ടങ്ങളായിട്ടുള്ള ആ ശരീരങ്ങളെ അങ്ങനെ സ്വീകരിക്കും, വീണ്ടും ഉപേക്ഷിക്കും. അങ്ങനെ ഈ അജിതേന്തി, അത് ഇന്ദ്രിയങ്ങളെ ഒരിക്കലും ജയിച്ചില്ലാത്ത ആൾക്കാർക്കുണ്ടല്ലോ, ഇവർക്ക് പോലും കഴിയാത്ത ആ സംഗതി എന്താണ് യഥാർത്ഥത്തിലുള്ള ആ മായ എന്നുള്ളത് അതെനിക്ക് പറഞ്ഞു തരൂ. കാരണം ആ മായയിൽ വഞ്ചിതന്മാരായിട്ടാണ് ഈ തത്വം അറിയാണ്ട് ലോകത്തിലെല്ലാവരും ചുറ്റി നടക്കുന്നത്. ആ മായ എന്താണെന്നതിൽ എനിക്ക് പറഞ്ഞു തരണം യഥാർത്ഥ തത്വം. അപ്പോൾ ഉദ്ധവ അപ്പോഴാണ് തന്മമാഖ്യാഹി ഗോവിന്ദ ദുർവിഭാംയമനാത്മവി നഹ്യേതൽ പ്രായശോ ലോകേ വിദ്വാംസ സന്ധി വഞ്ചിത. അതാണ് ഉദ്ധവം പറയണത്. ഈ യഥാർത്ഥത്തിൽ മായയിൽ വഞ്ചിതന്മാരായിട്ട് യഥാർത്ഥത്തിലുള്ള തത്വം എന്താണെന്ന് അറിയുന്നില്ല. ആ തത്വം എനിക്ക് പറഞ്ഞു തരണം. ആത്മാവ് എന്താണ്, ഈ മറ്റുള്ള പ്രകൃതി എന്താണെന്നുള്ള വ്യത്യാസം അത് പറഞ്ഞു തരുന്നത് പറയുകയാണ്. അപ്പോഴാണ് ശ്രീ ഭഗവാൻ ഉവാച മനഃ കർമ്മമയം നൃണം ഇന്ദ്രിയൈ പഞ്ചവിർയുധം ലോകം പ്രയത്യന്യ ആത്മാ തദനുവർത്തതേ. ഉദ്ധവ, ഈ മനസ്സുണ്ടല്ലോ കർമ്മങ്ങളിൽ അങ്ങനെ മുഴുകിയിട്ട് നൃണാം ഇന്ദ്രിയായി പഞ്ചവിർയുധം. ഓരോ മനുഷ്യൻ്റെയും മനസ്സുകളുണ്ടല്ലോ, അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെയും അതുമാതിരി
അതനുസരിച്ചുള്ള കർമ്മവാസനകളുടെയും കൂടെ അങ്ങനെ ചേർന്നുകൊണ്ട് മനസ്സ് ഒരു ശരീരം ഉണ്ടാവും. ആ ശരീരത്തിനനുസരിച്ച കർമ്മങ്ങളിലനുസരിച്ചുള്ള വാസനകൾക്കനുസരിച്ച് വേറെ ശരീരം ചേരും. അങ്ങനെ പ്രായത്യന്യ ആത്മാ തദനു അത് വേറെ ശരീരത്തിലേക്ക് അങ്ങനെ എടുത്തുകൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ചെയ്യുന്ന ആരാണ്? ഈ മനസ്സ് അല്ലെങ്കിൽ ലിംഗശരീരം എന്ന് പറയുന്നതാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ആത്മാ തദനു വർത്തതേ, അതിൻ്റെ കൂടെ ഇങ്ങനെ ആത്മാവും പോയിക്കൊണ്ടേയിരിക്കും. ജായൻ മനോനു വിഷയൻ ദൃഷ്ടൻ വാനുശ്രുതാനത ഉദ്യൽ സീതൽ കർമ്മതന്ത്രം സ്മൃതിർത്തതനു ശമ്യതി. എന്നാലോ ഈ മനസ്സുണ്ടല്ലോ, കാണപ്പെട്ടതും അല്ലെങ്കിൽ കേൾക്കപ്പെടുന്നതും ആയിട്ടുള്ള വിഷയങ്ങളെ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട് ആ ധ്യാനത്തിൽ പ്രകാശിച്ച ദേഹങ്ങളിൽ തന്നെ പ്രവേശിച്ചതായിട്ടും വീണ്ടും അത് വലിയ അങ്ങനെ ഈ എന്താണ്, അതായത് മനസ്സ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികളെ പിന്നെ അതന്നെ ചിന്തിച്ചിട്ടുണ്ടാവും. പുതിയ ഇതായിട്ട് ഇങ്ങനെ മനസ്സിനെ മുഴുകിക്കൊണ്ടിരിക്കും. അപ്പം എന്തുണ്ടാവും, പഴയ കാര്യങ്ങളുണ്ടല്ലോ അതിനു മുമ്പുള്ളത് അതൊക്കെ മറക്ക് ചെയ്യും. ആ മറവ് ഇല്ലാണ്ടാവും. അതാണ്. അപ്പം അതായത് കഴിഞ്ഞ ജന്മത്തിനെ പറ്റി, കഴിഞ്ഞ ലോകത്തിനെ പറ്റി നമ്മൾ മറക്കാൻ എന്താ കാരണം? മനസ്സ് പുതിയതായിട്ടുള്ള ഈ ജീവൻ എടുത്തു കഴിഞ്ഞുള്ള ഈ ശരീരം എടുത്തു കഴിഞ്ഞുള്ള ഇതിലെ പ്രവൃത്തികളിൽ അങ്ങനെ മുഴുകിയിരിക്കുന്ന സമയത്തുണ്ടല്ലോ മനസ്സ് പഴയതിനൊക്കെ മറന്നു വരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങളൊന്നും നമുക്ക് ഓർമ്മയില്ലാത്തത്. ഇതിങ്ങനെ തുടർച്ചയാണെങ്കിൽ കൂടിയിട്ട് ആ തുടർച്ച നമ്മളെ സംബന്ധിച്ചോളം അറിയാത്ത എന്തുകൊണ്ടാണ്? മനസ്സ് പുതിയ കാര്യങ്ങളിൽ മാത്രം മുഴുകിയിട്ട് അതിൻ്റെ പഴയതിനെ മറന്നിരിക്കുക, വിസ്മൃതി വന്നിരിക്കുകയാണ്. അതാണ് വിഷയാഭിനിവേശേന നാത്മാനം യൽ സ്മരേൽ പുന ജന്തോർവൈ കസ്യജിൽ ഹേതോ മൃത്യുരത്യന്ത വിസ്മൃതി. ഏതോ ഒരു കർമ്മം ഹേതുവായിട്ട് ഇല്ല, അതാണ് കസ്യജിൽ ഹേതോ വിഷയാഭിനിവേശ. ഈ വിഷയങ്ങളിലുള്ള ആ വീണ്ടും വീണ്ടുമുള്ള അഭിനിവേശം കാരണം ആത്മാനം ന സ്മരേൽ, മുമ്പിലത്തെ ദേഹത്തെ മനസ്സ് സ്മരിക്കില്ല എന്ന് പറയുകയാണ്. ഇതിയൽ സാ അത്യന്ത വിസ്മൃതി ഏവ ജന്തോ മൃത്യു. ഇങ്ങനെ ഇപ്പം ജീവിച്ചിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ സമയത്തിനെ പറ്റി നമ്മൾ മനസ്സ് ഒരേ മനസ്സ് തന്നെയാണ് കഴിഞ്ഞ ഇതിലുണ്ടായിരുന്നത്. ഈ ലിംഗശരീരം എന്നുള്ളത് കഴിഞ്ഞ ജന്മത്തിലും ഈ ജന്മത്തിലൊക്കെ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ഈ ജന്മത്തിലെ പ്രവൃത്തികളിൽ അതിലുള്ള അഭിനിവേശം കാരണം പഴയ ഇതിനെ ഓർമ്മയില്ലാണ്ടേ വരുന്നു. ആ പഴയതിനെ ഓർമ്മയില്ലായത് ഏതാണ്? ആ ജന്തുവിൻ്റെ കഴിഞ്ഞ ആ ജന്മത്തിൻ്റെ മരണം എന്നുള്ളതാണ്. അതിനെപ്പറ്റി സംബന്ധിച്ചിടത്തോളം ആ ജീവൻ ശരീരം മരിച്ചു കഴിഞ്ഞു, പുതിയത് തുടങ്ങി, അങ്ങനെ ചിന്തിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ലിംഗശരീരം നശിക്കുന്നില്ല, അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണമെന്നാണ് അതിൻ്റെ തത്വം. ജന്മത്വാത്മതയാ പുംസ സർവഭാവേന ഭൂരിത വിഷയസ്വീകൃതിം പ്രാഹു യഥാ സ്വപ്നമനോരഥ. നോക്കൂ, ഭൂരിത എന്ന് വിളിക്കുന്നത്. നോക്കൂ, ധാരാളം ദാനം ചെയ്തിട്ടുള്ള ആ ഉദ്ധവ എന്ന് പറയുന്ന നല്ല സ്വഭാവമുള്ള ആളാണ്. പുംസ സർവഭാവേന, ഈ ഒരു പുരുഷൻ്റെ ഈ ദൃഢവിചാരത്തോടെ ആത്മതയാ ആത്മാവെന്ന ഭാവത്തോടു കൂടിയിട്ടുള്ള ഈ സ്വീകാരത്തെ ജന്മതു പ്രാഹു. ഇങ്ങനെ ഈ ആത്മാവും ഈ ലിംഗശരീരത്തോട് കൂടിയിട്ട് പുതിയതായിട്ടുള്ള ശരീരത്തിനെ സ്വീകരിക്കില്ലേ, അതിനെ ജന്മം എന്ന് പറയണു. സ്വപ്നമനോരഥ ഏത് മാതിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വപ്നം കഴിഞ്ഞാൽ ഉണരും നമ്മൾ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സ്വപ്നവും മനോരഥമൊക്കെ പോയി, പിന്നെ വീണ്ടും വേറെ സ്വപ്നത്തിലേക്ക് പോയി. ഇങ്ങനെ മാറി ഇങ്ങനെ ജീവൻ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ ശരീരങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സ്വപ്നം മനോരഥം ചേത്തം പ്രാർത്ഥനം ന സ്മരത്യസൗ തത്ര പൂർവമിവാത്മാനം അപൂർവം ചാനുപശ്യതി. ഇപ്രകാരം ഈ സ്വപ്നവും മനോരഥവും എങ്ങനെ കഴിഞ്ഞതിനെ ജീവൻ മറക്കണു, അതുമാതിരി തന്നെ ആ ജീവൻ ഈ കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങളും ഓർക്കണില്ല എന്ന സ്മരതി എന്നാണ് പറയണത്. അതിൽ ഇങ്ങനെ അപൂർവം പോലെ അനുഭവിക്കുന്നുണ്ടല്ലോ. ചില സമയത്തുണ്ടല്ലോ നമ്മൾ ആ ചെറിയൊരു ഓർമ്മ വരുമ്പോഴാണ് ചില സ്വപ്നങ്ങൾ നമ്മളിപ്പോൾ ഇപ്പം നടന്നതല്ല, ചില കഴിഞ്ഞ കാലത്ത് എപ്പോഴെങ്കിലും നടന്നുള്ളൊക്കെ ബന്ധമില്ലാണ്ട് കാര്യങ്ങൾ കാണില്ലേ. അത് വേണച്ചാൽ ചിലപ്പോൾ ഈ ആത്മാവ് ചിലപ്പോൾ പഴയത് ഓർമ്മിക്കുന്നതുകൊണ്ട് കൊണ്ടാവാം എന്നേ പറയാൻ പറ്റൂ. ഇന്ദ്രിയായന സൃഷ്ടിയേദം ത്രൈവിധ്യം ഭാതി വസ്തുനി ബഹിരന്തർഭിതാഹേതു ജനോ സജ്ജനകേയഥാ. അതുകൊണ്ടൊന്ന് മനസ്സിലാക്കിക്കോളൂ, ഇത് മുഴുവൻ ഈ ഇന്ദ്രിയായന സൃഷ്ടി, ഇന്ദ്രിയങ്ങളുടെ നാഥനായിട്ടുള്ള മനസ്സിൻ്റെ സൃഷ്ടികളാണ്. ഈ സങ്കല്പങ്ങളും വികല്പങ്ങളും മുഴുവൻ ഇതുകൊണ്ടാണ് ഈ ഉണർന്നിരിക്കുന്ന സമയത്തുള്ള ഇത് കാണുന്നതും. അതുമാതിരി സ്വപ്നങ്ങളും മനോരഥങ്ങളും മുഴുവൻ മനസ്സിൻ്റെ വിദ്യകളാണ്. ത്രൈവിധ്യം ഭാതി വസ്തുനി ബഹിരന്തർഭിത. എന്നാലോ ഇതിൻ്റെ ഉള്ളിലും പുറത്തുമുള്ള വാസ്തവം മനസ്സിലാക്കാണ്ട് ജീവൻ ഇതിൻ്റെ കൂടെ തന്നെ ഈ മനസ്സിനെ തന്നെ ഉപാധിയായിട്ട് മനസ്സിനെ എത്രത്തോളം കാലം ജീവൻ എടുക്കുന്നുണ്ട്, ആ സമയത്ത് ജീവൻ എന്ത് ചെയ്യണു?
ഭേദത്തിൽ ഇതായിട്ട് കാണുന്നവനായിട്ട് ജന എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവൻ എന്നാണ് പറയുന്നത്. അസജനകൾ ഇല്ലാത്തതിനെ കാണുന്നവനായിട്ട് ജീവനും നിന്റെ കൂടെ ഇങ്ങനെ പോവും. അതായത് ഒരു ശരീരം ഉപേക്ഷിച്ചാൽ അതിനെ മറക്കുന്നൊരു ഭൂതമായിട്ടുള്ള ഇതിനെ ഇതിപ്പോൾ ഉള്ളതാണെന്നുള്ള വസ്തുതൊക്കെ മനസ്സിൻ്റെ സങ്കല്പങ്ങളാണെന്നാണ് പറയുന്നത്. നിത്യദാഹ്യംഗ ഭൂതാനി ഭവന്തി ന ഭവന്തി കാലേന അലക്ഷ്യവേഗേന സൂക്ഷ്മത്വാൽ തന്ന ദൃശ്യതേ. ഉദ്ധവ നോക്കൂ, ഈ ക്ഷണം തോറും ഇങ്ങനെ ഭൂതങ്ങൾ ഇങ്ങനെ യഥാർത്ഥത്തിൽ ഉണ്ടാവണു, അതുമാതിരി ഇല്ലാതെയാകണു. ഇതിൻ്റെ എങ്ങനെ കാണപ്പെടുക അത്ര അലക്ഷ്യവേഗന വേഗത്തിലാണ് ഇങ്ങനെ ആവുന്ന കാലം കൊണ്ടാണ് അതിൻ്റെ ആ സൂക്ഷ്മത്വം കൊണ്ട് യഥാർത്ഥത്തിൽ അത് നമുക്ക് മനസ്സിലാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉദ്ധവ യഥാർത്ഥിഷാം സ്രോതസാം ച ഫലാനാം വാ വനസ്പതേ തഥൈവ സർവഭൂതാനാം വയോവസ്ഥാദയ കൃതാ അർച്ചിഷാം സ്രോതസാം വനസ്പതേ ഫലാനാം യഥാ. അതായത് ഏത് എഴുതി വെച്ച് കഴിഞ്ഞാൽ അഗ്നിജ്വാലകൾ തീ അങ്ങനെ കത്തുണ്ടാവും. നമ്മളിങ്ങനെ കത്തുന്നൊരു തീയിനെ മാത്രമേ കാണൂ. പക്ഷെ അതിൽ അനുനിമിഷം ജ്വാലകൾ ഇങ്ങനെ മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണ്ടേ. അതുമാതിരി സ്രോതസ്സാണ്. നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക വെച്ചാൽ അതിലുള്ള ജലം നമ്മൾ പ്രത്യേകിച്ച് ഒരു നദിയെ മാത്രം നോക്കി അതിൽ ജലം ഇങ്ങനെ എപ്പോഴും അനുനിമിഷം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. ആ ജലം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. പക്ഷെ അവിടെ ആകെ നമ്മൾ ആ നദിയെ ഒന്നിച്ച് കാണുന്നത് മാതിരിയേ ഉള്ളൂ. അതുമാതിരിയാണ് വൃക്ഷങ്ങളിലെ ഫലങ്ങളുണ്ടല്ലോ, അത് മാറി അതേ പ്രകാരം തന്നെയാണ് ഈ സർവ്വഭൂതങ്ങളുടെയും വയസ്സ്, സ്ഥിതി, ഇതൊക്കെയാണ് മാറിക്കൊണ്ടേയിരിക്കേണ്ട. ശരീരങ്ങൾ പലതും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണമെന്ന് പറയുകയാണ്. സ്വയം ദീവോർച്ചിഷം യദ്വൽ സ്രോതസം തവിതം ജലം സ്വയം പുമാനി നൃണം മൃഷാകീർധീർ മൃഷായുഷം. ഇങ്ങനെ ഈ അർച്ചിഷാം ജ്വാലകളുടെയും അതുമാതിരി പ്രവാഹങ്ങളുടെയൊക്കെ പോലെ തന്നെ ഈ ദീപം എന്നുള്ളതുണ്ടല്ലോ, അതുമാതിരി ആ ജ്വാലകളൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ആ ദീപം അങ്ങനെ കത്തിയേണ്ടതിരിക്കെ അതിൻ്റെ ഒരു അനുനിമിഷം അത് ജ്വാല മാറേണ്ടത് മാത്രമേ ഉള്ളൂ. അതുമാതിരി ജലം അനുനിമിഷം മാറുന്നുണ്ടെങ്കിലും ആ സ്രോതസ് അങ്ങനെ തന്നെ ഉണ്ട്. അതുമാതിരി ഈ അത് എങ്ങനെയാണ് മനുഷ്യൻ്റെ വാക്കും ഇതെല്ലാം അങ്ങനെ അവാസ്തവങ്ങളാണ് യഥാർത്ഥത്തിൽ മാറിക്കൊണ്ടേയിരിക്കേണ്ട. വാക്കുകൾ, പ്രവൃത്തികളെല്ലാം മൃഷ അസത്യമായിട്ട് മാറിക്കൊണ്ടിരിക്കേണ്ടത്. അയം പുമാൻ എന്നാണ് ഈ ഇല്ലേ ഇതിൻ്റെ സൂട്ട് നോക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിവേകിയുമായിട്ടുള്ള ആൾക്ക് മാത്രം മനസ്സിലാവും ഇതെല്ലാം വാസ്തവത്തിൽ ഉള്ളിൽ ആ ആത്മാവ് മാത്രമേ സത്യമായിട്ടുള്ളൂ എന്നാണ്. മറ്റൊക്കെ അസത്യമാണെന്ന് ബോധ്യം വരുമെന്ന് പറയുകയാണ്. മാസ്വസ്യ കർമ്മബീജേന ജായതേ സ്വപ്യം പുമൻ മ്രിയതേ വാമരോഭ്രാന്ത്യ യഥാഗ്നിർദാരു സംയുത. അങ്ങനെ തൻ്റേതായിട്ടുള്ള കർമ്മവിത്തുകളെ കൊണ്ടുണ്ടല്ലോ ഈ അമരനായിട്ടുള്ള മനുഷ്യൻ അല്ലെങ്കിൽ ജീവൻ ജായത ജനിക്കണമില്ല മരിക്കണമില്ല എന്നില്ലേ. എന്നാലോ ഈ തീയിൻ്റെ ജ്വാലകളെ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമാതിരി താൻ മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഭ്രാന്തിയിൽ ഭ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ആത്മാവിന് ഒന്നും സംഭവിക്കുന്നില്ല. അത് ഏകനായിട്ട് അങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നു പറയുകയാണ്. വീണ്ടും പറയുകയാണ്. നിഷേക ഗർഭജന്മാനി ബാല്യകൗമാര യൗവനം വയോമധ്യം ജരാമൃത്യുരിത്യവസ്ഥ തനോർന്നവാ. ഇങ്ങനെയുള്ള 9 അവസ്ഥകൾ. അതാണ് നിഷേകം. ഗർഭജന്മത്തിൽ ഗർഭത്തിൽ പ്രവേശിക്കുക, അത് കഴിഞ്ഞിട്ട് ഗർഭം ധരിക്കുക, പിന്നെ ജനിക്കുക, പിന്നെ ബാല്യം, കൗമാരം, യൗവനം, ജര, വാർദ്ധക്യം, മൃത്യു. ഇങ്ങനെ 9 അവസ്ഥകളുണ്ടല്ലോ. എന്താണ് ഗർഭത്തിൽ പ്രവേശിക്കുക, ജനനം, ബാല്യം, കൗമാരം, യൗവനം, അതുമാതിരി വാർദ്ധക്യം, യൗവനത്തിൻ്റെ അതിൻ്റെ ഇടയിൽ നടുവിലുള്ള പ്രായം, അത് കഴിഞ്ഞ വാർദ്ധക്യം, അങ്ങനെ 9 അവസ്ഥകൾ. ഇതെല്ലാം കാലത്തിൻ്റെ ഗതിക്ക് അനുസരിച്ച് ആർക്കാണ്ടാവണത്? ഈ ശരീരത്തിനാണെന്നുണ്ടാവണത്. അത് ഒപ്പിച്ചാൽ മതി. ഇത് ആത്മാവിനെ ഇതൊരിക്കലും ബാധിക്കില്ല. ഏതാ മനോരഥമയീർ അന്യസ്യ ഉച്ചാവകാസ്തനു ഗുണസംഗാതുപാദത്തെ ഇതുമാതിരി അന്യൻ്റെ ഈ മനോവികാരങ്ങളാൽ പ്രാപ്തങ്ങളായിട്ടുള്ള ഈ ബഹുവിധത്തിലുള്ള ഈ അവസ്ഥകളുണ്ടല്ലോ, ഉച്ചാവച എന്നുള്ളത്. അത് എങ്ങനെയാണ്? ഈ ഗുണങ്ങളുടെ ചേർച്ച കൊണ്ട് നമ്മൾ സ്വീകരിക്കണു, അതിനെ വേണ്ടി ഉപേക്ഷിക്കുകയും ചെയ്യണു. ഈ പ്രകൃതി ബന്ധം മുഴുകിയുള്ള ആ ജീവൻ ശരീരം ആ പ്രകൃതിയാണ് ഇതൊക്കെ ചെയ്യണതെന്ന് മനസ്സിലാക്കി ചിന്തിക്കുക. ആത്മന പിതൃബുദ്ധാഭ്യം പിതൃപുത്രാഭ്യം അനുമേയൗ ഭവാപ്യയൗ ന ഭവാപ്യവസ്തൂനം അവിജ്ഞോദ്വയലക്ഷണ. ആ അച്ഛൻ മകൻ അതുമാതിരി എല്ലാം തൻ്റെ ജന്മമരണങ്ങൾ ഈ അനുമാനിക്കാൻ യോഗ്യങ്ങളാണ്. അതായത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് അച്ഛനുണ്ടായിരുന്നു, അച്ഛൻ കാണാനില്ല.
ഇല്ലല്ലോ, അച്ഛൻ പോയില്ലേ. അതുമാതിരി തൻ്റെയും ജന്മമരണങ്ങൾ ഇങ്ങനെ തന്നെ. അതിന് പുത്രൻ കുറച്ച് കാലം കഴിഞ്ഞാൽ അവൻ വലുതാവും, അപ്പോഴേക്കും ഞാൻ പോവും, പിന്നെ അവങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതങ്ങനെ അനുമേയം കൊണ്ട്, പ്രത്യക്ഷം കൊണ്ടും അനുമാനം കൊണ്ടും ചിന്തിച്ചിട്ട് എന്ത് ചെയ്യണം, ഈ പ്രപഞ്ചത്തിലെ ഭവപ്പയ വസ്തുവിനെ ജനിച്ച് നശിക്കുന്ന ഈ വസ്തുക്കളുടെയൊക്കെ ദ്രഷ്ടാവായിട്ട് കണ്ട വസ്തുക്കളുള്ളവനുള്ളതില്ല, ഒന്നേ ഉള്ള യഥാർത്ഥത്തിലുള്ള ആത്മാവ് മാത്രമേ നാശമില്ലാണ്ടിരിക്കുള്ളൂ എന്നുള്ള ബോധ്യം വരാം. തരോർ ബീജവിഭാഗാഭ്യം യോ വിദ്വാൻ ജന്മസംയമൗ തരോർ വിലക്ഷണോ ദ്രഷ്ട ഏവം ദ്രഷ്ടാ തനോ പൃഥക്. അതായത് ദ്രഷ്ടാവ് ദൃശ്യം എന്നുള്ള രണ്ടില്ല. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിത്തിൻ്റെ പരിണാമത്തിൽ നിന്ന് വീണ്ടും വൃക്ഷം ഉണ്ടാവും. ഇതുമാതിരി ഉൽപ്പത്തി നാശങ്ങളൊക്കെ അറിയുന്ന ആ വിദ്വാനായിട്ടുള്ള ഇതിനെല്ലാം സാക്ഷിയായിട്ടുള്ള ആരുണ്ടോ ആ വൃക്ഷത്തിൽ നിന്ന് ഭേദിച്ചിട്ടൊന്നും വിലക്ഷണമാണ് അയാൾ. അതുമാതിരി വിത്തിൽ നിന്നും വേറിട്ടുള്ള ആളാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ഈ ശരീരത്തിൻ്റെ ദ്രഷ്ട അതുമാതിരി ശരീരത്തിൽ നിന്നും നിന്നുകൊണ്ട് ആത്മാവായിട്ട് ഇതുണ്ട്. അതാണ് ഇതിനെല്ലാം കണ്ടുകൊണ്ട് സാക്ഷിയായിട്ടിരിക്കുന്നത്. അതിന് നാശമില്ല ഒരിക്കലെന്ന് എല്ലാം ചിന്തിക്കണം. ഈ ശരീരത്തിന് മാത്രമേ നാശമുള്ളൂ. പ്രകൃതേരേവം ആത്മാനം അവിവിച്യാഭുതപ്പുമൻ തത്വേന സ്പരിശം മൂഢ സംസാരം പ്രതിപദ്യതേ. ഇപ്രകാരം പ്രകൃതിയിൽ നിന്ന് ആത്മാവിനെ വേർതിരിച്ചറിയാണ്ട് അറിവില്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും, തത്വേന സ്പരിശ സമ്മൂഢ. ഈ പരമാർത്ഥം ഇതെല്ലാം ശരീരമാണ് വാസ്തവം എന്നുള്ള പരമാർത്ഥ ബുദ്ധി വന്നിട്ട് എന്ത് ചെയ്യും, സ്പരിശ സമ്മൂഢ വിഷയങ്ങളിൽ ആസക്തനായിട്ട് വീണ്ടും വീണ്ടും സംസാരത്തെ പ്രാപിക്കണു. സത്വസംഗാൻ ഋഷീൻ ദേവൻ രജസാസുരമാനുഷൻ തമസാഭൂതതില്യത്വം ഭ്രാമിതോ യാതി കർമ്മഭീ. ഉദ്ധവ, ആ മനുഷ്യൻ്റെ ഓരോ ഗുണങ്ങൾക്കനുസരിച്ചിട്ടാണ് ഈ ശരീരങ്ങൾ അതില്ലേ ആ പ്രകൃതിയിൽ തന്നെയാണ് ഈ ഗുണങ്ങളുണ്ടായത്. ആ ഗുണങ്ങൾ എങ്ങനെ ഓരോ നമ്മളുടെ കർമ്മങ്ങളെ കൊണ്ട് ആ ഗുണങ്ങൾ ഓരോ തരത്തിലുള്ള ഗുണങ്ങൾ വർദ്ധിക്കും. അപ്പോൾ സത്വഗുണം വർദ്ധിച്ചു കഴിഞ്ഞു വെച്ചാൽ മഹർഷിമാരും അങ്ങനെയൊക്കെ ആയിട്ട് മാറും. രജോ ഗുണം വർദ്ധിക്കുന്ന വെച്ചാൽ അസുരന്മാരായിട്ടോ അതുമാതിരി ദേവന്മാരൊക്കെ മനുഷ്യന്മാരൊക്കെ ആയിട്ട് മാറും. ആ തമോ ഗുണം വർദ്ധിക്കുമ്പോൾ എന്തുണ്ടാവും, ഭൂതങ്ങളായിട്ടോ അല്ലെങ്കിൽ തിര്യക്കുകളൊക്കെ ആയിട്ടൊക്കെ മാറും. ഇതങ്ങനെ ഭ്രാമിതോ യാതി ഓരോരുത്തരുടെ കർമ്മങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് അതങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയാണ്. ഇത് ആത്മാവിനിതൊന്നും ബാധകമല്ല. പക്ഷെ എന്തുണ്ട്, ആത്മാവ് എന്ത് ചെയ്യുന്നു, നൃത്യതോ ഗായത പശ്യൻ യഥൈവാനുകരോദിതൻ ഏവം ബുദ്ധിഗുണൻ പശ്യൻ അനീഹോപ്യനുകാര്യതേ. നമ്മളില്ലേ ഇപ്പോൾ ഒരു സ്റ്റേജിൽ വളരെ കേമായിട്ടുള്ള ഒരു പരിപാടി നടക്കുകയാണ്, നന്നായിട്ടുള്ള ഒരു ഡാൻസ് അല്ലെങ്കിൽ പാട്ടൊക്കെ കാണുമ്പോൾ എന്താവും, ആ ഡാൻസ് ചെയ്യുന്നതിൽ നമ്മളങ്ങോട്ട് മുഴുകിയിട്ട് ആ ഡാൻസ് അവർ നൃത്തം ചെയ്യുന്ന മാതിരി നമ്മളും കാണുന്ന ആൾ നൃത്തിക്കാൻ ചെയ്യില്ലേ, അതുമാതിരി ഈ ശരീരത്തിൻ്റെ ആ ഓരോ ചേഷ്ടകൾ കണ്ടിട്ട് അതിനനുസരിച്ച് കൊണ്ട് അനീകോപി എന്നാണ്. അതായത് പ്രവർത്തിക്കാത്തവനാണെങ്കിൽ കൂടിയിട്ട് ഏവം ബുദ്ധി ഗുണാൻ ഈ ബുദ്ധിയുടെ ഗുണങ്ങളെ കണ്ടുകൊണ്ട് ആത്മാവ് അതങ്ങനെ നടിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ ചേരുകയാണെന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ആത്മാവിൽ നിന്ന് യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. ഉദ്ധവ വീണ്ടും പറയുകയാണ്, യഥാംബസാ പ്രചലത തരവോപി ചലായിവ ചക്ഷുഷാ ഭ്രാമ്യമാണേന ദൃശ്യതേ ഭ്രമദീവ ഭൂ. ഇത് എങ്ങനെയെന്ന് വെച്ചില്ലേ, നമ്മൾ പെട്ടെന്ന് അങ്ങനെ പ്രചലത അംബസ തരവാപി നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജലം ഇങ്ങനെ പോകണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടെ നമ്മൾ പോവുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ വൃക്ഷങ്ങളൊക്കെ ജലത്തിനേക്കാൾ നമുക്ക് പറ്റിയ ഉദാഹരണം ഇന്നത്തെ കാലത്ത് ട്രെയിനിൽ പോകുമ്പോൾ കാണാം. ട്രെയിനിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മളെന്താണ് ട്രെയിനിൽ നമ്മളിരിക്കണ്ടേ, അപ്പോൾ നമുക്ക് വൃക്ഷങ്ങൾ ഇതൊക്കെ ഇങ്ങനെ പിന്നാക്കം പോകണമായിട്ട് തോന്നും. അതെന്തുകൊണ്ടാണ്, അത് നമ്മുടെ കണ്ണിൻ്റെ ആ നോട്ടത്തിൻ്റെ ഇതുകൊണ്ട് പോകണമെന്നുള്ളൂ. യഥാർത്ഥത്തിൽ വൃക്ഷങ്ങൾ പോകുന്നില്ല, നമ്മളാണ് പോണത്. പക്ഷെ അതങ്ങനെ തോന്നലാണ്. ഇതുമാതിരിയാണ് ചക്ഷുഷാം ഭ്രാമ്യമാണേന ദൃശ്യതേ ഭ്രമദീവ ഭൂ. അതുമാതിരി വട്ടം തിരിഞ്ഞാണ്ടില്ലേ ഭൂമി അങ്ങനെ തിരിയനായിട്ട് തോന്നും. നമ്മളാണ് തിരിയണമെന്നില്ല, നമ്മുടെ ആ കണ്ണിൻ്റെ തോണ്ടാണ്. ഇതുമാതിരി ഈ ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ ജീവൻ പോയിട്ട് ഭ്രമിക്കൊണ്ട് ഇന്ദ്രിയങ്ങളുടെ വിദ്യകളെ കൊണ്ടാണ് നമുക്ക് ഈ കാണുന്നത് മുഴുവൻ മനസ്സിലാക്കിയത് മതിയെന്നാണ്. യഥാ മനോരഥതിയോ വിഷയാനുഭവോ മൃഷാ സ്വപ്നദൃഷ്ടശ്ചദാശാരിക തഥാ സംസാര ആത്മനാ.
അതുമാതിരി അതാണ് ദാശാർഹ എന്നാ പറയണേ. ദശാർഹൻ്റെ കുടുംബത്തിൽപ്പെട്ടുള്ള ഉദ്ധവനും ദാശാർഹനാണ്. ആ മനോരാജ്യം കൊണ്ട് കൽപ്പിക്കപ്പെട്ടുള്ള ഈ ബുദ്ധിയുടെ ഈ വിഷയത്തിലുള്ള ഓരോ അനുഭവവും എങ്ങനെയാണ് സ്വപ്നത്തിൽ കാണുന്നതാണ് മാതിരി അസത്യമാണെന്ന് ബോധ്യം വരണോ, അതുമാതിരി ആ സംസാരത്തിൽ സ്വപ്നത്തിൽ കാണുന്നത് ഉണർന്നു കഴിഞ്ഞാൽ അത് മിഥ്യല്ലേ. ഇതുമാതിരി ഈ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളും മിഥ്യയാണെന്ന് ഉറപ്പിക്കണം എന്ന് പറയുകയാണ്. അതിപ്പോൾ എങ്ങനെയാണ്? ആർത്തേഹ്യ അവിദ്യമാനേരി സംസൃതിൽ നിവർത്തതേ യഥോ വിഷയാനസ്യ സ്വപ്നേനർത്ഥാഗമോ യഥാ. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചിന്തിച്ച് ഉറപ്പാക്കണം. കാരണം വിഷയാൻ ധ്യായത അസ്യ അർത്ഥേ അവിദ്യമാനേ അഭി സ്വപ്നേ യഥാർത്ഥാൻ. അതായത് എങ്ങനെ ചിന്തിക്കുന്ന ആത്മാവ് എന്താ അതിൽ ബന്ധമില്ലാത്ത. ഇപ്പോൾ നമ്മൾ സ്വപ്നം കാണുന്നതിനെ പറ്റി എപ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി യഥാർത്ഥത്തിൽ ബോധ്യം വരിക? ഉണർന്നു കഴിയുമ്പോഴാണ്. സ്വപ്നത്തിലിപ്പോൾ നമ്മൾ കാണും എന്തോ ഒരു മഹത്തായുള്ള സത്വം വന്ന് നമ്മളെ പിടിച്ചു തിന്നു, അല്ലെങ്കിൽ ഒരാൾ വന്ന് ആക്രമിച്ച് നമ്മളെ വെട്ടി എന്ന് കാണുമ്പോൾ ആ സ്വപ്നം കാണുന്ന സമയത്ത് നമുക്കത് യാഥാർത്ഥ്യം തന്നെയാണ്. ഉണർന്നു വരുമ്പോഴാണ് മനസ്സിലാവുക അത് യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, മനസ്സിൻ്റെ സങ്കല്പമാണെന്ന്. അതേമാതിരി ഈ ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവൻ ഉണ്ടല്ലോ, ഇതെല്ലാം മനസ്സിൻ്റെ സങ്കല്പങ്ങളാണെന്ന് വിചാരം കൊണ്ടും വിവേകം കൊണ്ടും ചിന്തിച്ച് ഉറപ്പാക്കണം എന്ന് പറയുകയാണ്. ഓരോ സമയത്തും ഞാനല്ല, അത് മനസ്സിൻ്റെ കളികളാണെന്ന് ചിന്തിക്കണം എന്ന് പറയുക. അങ്ങനെ ഈ സംസാരം മിഥ്യയാണെന്നുള്ള ബോധം മെല്ലെ മെല്ലെ വരാൻ തുടങ്ങുമെന്ന് പറയുകയാണ്. ക്ഷിപ്തോ അങ്ങനൊരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ക്ഷിപ്തോ തസ്മാദുദ്ധവമാമുക്ഷ വിഷയാൻ അസദിന്ദ്രിയൈ ആത്മാഗ്രഹണ നിർബാധം പശ്യവൈകൽപ്പികം ഭ്രമം. അതുകൊണ്ട് ഉദ്ധവ എന്ത് ചെയ്യണം? ഈ അസത്തുക്കളായിട്ടുള്ള ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഓരോരോ വിഷയങ്ങളുടെ പിന്നാലെ പോവല്ലേ, അതിനെ ഒന്നും ബുധിക്കാൻ പോണ്ടെന്ന് പറഞ്ഞ് ഇതെല്ലാം വികല്പം കൊണ്ട് ഉണ്ടായതാണ് ഈ സുഖദുഃഖാദികൾ എന്നൊക്കെ ആത്മാഗ്രഹണ നിർബാധം. ഈ ആത്മജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് തോന്നുന്നതായിട്ടുള്ള ഭ്രമം എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ് ഞങ്ങൾ ഉറപ്പിക്കണം എന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ അതൊന്നുമില്ല വിഷയങ്ങളുടെ പിന്നാലെ ഇന്ദ്രിയങ്ങൾ പോയതുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾ ഉറപ്പിച്ചിട്ട് അങ്ങനെ താൻ ഇതിലൊന്നും ബന്ധമില്ല, തനിക്കിതിലൊന്നും ബന്ധമില്ല എന്നുള്ളൊരവസ്ഥയിൽ എത്തണം എന്ന് പറയുകയാണ് ആത്മസ്വരൂപത്തിൽ. അങ്ങനെ എത്ര സമയത്തുണ്ടല്ലോ ക്ഷിപ്തോ അപമാനിതോ സദ്ധി പ്രളബ്ധോ സൂയതോ ധവാ താളിത സന്നിബദ്ധോ വാ വൃത്യാവാ പരിഹാപിതാ. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടാലോ എന്താണ് ആ സ്ഥിതപ്പെട്ടതിൻ്റെയൊക്കെ അവസ്ഥയില്ലേ? ആരെങ്കിലും അവഹേളിച്ചു വെച്ചാൽ അതുകൊണ്ട് പ്രത്യേകം ഒരു വിഷമോ, ആരെങ്കിലും പൂജിച്ചു അതുകൊണ്ട് പ്രത്യേക സന്തോഷം ഒന്നും ഉണ്ടാവില്ല. അതാണ് അസദ്ധി ക്ഷിപ്തത. ആ ദുർജനങ്ങളാൽ ആക്ഷേപിക്കപ്പെട്ടു എന്ന് വരാം, അവമാനിക്കപ്പെട്ടു എന്ന് വരാം, പരിഹസിക്കപ്പെട്ടു എന്ന് വരാം, ഇല്ലേ? അസൂയ വിചാരിക്കപ്പെട്ടെന്ന് വരാം, അടിക്കുകയെ അതുമാതിരി ബന്ധിക്കുകയെ എന്തൊക്കെ വേണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തള്ളിപ്പറിയേ പലതും നമ്മളോട് പല തരത്തിലുള്ള ദ്രോഹങ്ങളൊക്കെ ചെയ്തു വരാം. എന്ന് മാത്രമല്ല നിഷ്ഠിതോ മൂത്രിതോ വാ അജ്ഞൈർ ബഹുദൈവം പ്രകമ്പിത ശ്രേയസ്കാമകൃച്ഛകത ആത്മനാത്മാനമുദ്ധരേ. അതുമാതിരി അസത്തുക്കളായിട്ടുള്ള ആൾക്കാരുന്നില്ലേ, നമ്മുടെ മൂത്രം ഒഴിക്കുക, അതുമാതിരി പലതരത്തിലുള്ള ഉപദ്രവങ്ങളൊക്കെ നമ്മളെ ചെയ്തു എന്ന് വരാം. എന്നാലോ ആ ശ്രേയസ്സിനെ ആഗ്രഹിക്കുന്നവനായിട്ടുള്ള ആ വ്യക്തി എന്ത് ചെയ്യണം? ആത്മാനം ഉദ്ധരേ. ഇതൊന്നും കൊണ്ട് പരിഭ്രമിക്കാണ്ട്, ഇതൊന്നും ഏശാണ്ട് എങ്ങനെ ചെയ്യണം? ഇതൊന്നും എന്നെ ബാധിക്കില്ല, അതൊക്കെ എൻ്റെ ശരീരത്തിൽ വരണം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉറച്ചു നിന്നുകൊണ്ട് ആത്മാവിനെ ഉദ്ധരേ എന്ന് പറയുകയാണ്. അപ്പോഴാണ് ഉദ്ധവൻ പറയുന്നത് യഥൈവ മനുബുദ്ധ്യേയം വദനോ വദതംബര സുദുസ്സഹമിമം മന്യം മന്യേ ആത്മന്യസദതിക്രമം. അപ്പോൾ ഉദ്ധവൻ തന്നെ പറയാണ് വദത പറയാൻ ശ്രേഷ്ഠനായിട്ടുള്ള ആളാണ് അങ്ങ് തന്നെ പറഞ്ഞു തരണം. ഇങ്ങനൊരു ഇതില്ലേ, ഇങ്ങനൊരു ബുദ്ധി എങ്ങനെയാണ് ധർമ്മ അതല്ലേ അങ്ങേ എന്താണ് ഇങ്ങനെയുള്ളൊരു ബുദ്ധി സാധാരണക്കാർക്ക് ഇങ്ങനെയുള്ള അസദതിക്രമം ദുഷ്ടന്മാർ ചെയ്യുന്ന ഈ അതിക്രമം ഉണ്ടല്ലോ വളരെ സുദുസ്സഹം. സഹിക്കണമെന്ന് പറഞ്ഞാൽ വളരെ ദുസ്സഹം എന്നല്ല, സുദുസ്സഹമാണെന്ന് പറയുകയാണ്. അത് എങ്ങനെയാണ് സഹിക്കാൻ പറ്റുക എന്നുള്ളത് വിദുഷാമപി വിശ്വാത്മൻ പ്രകൃതിർഹിബലീയസീ ഹൃദയത്വധർമ്മനിരതൻ ശാന്താംസ്തേ ചരണാലയൻ. നോക്കൂ, അതെ സുദുസ്സഹമാണെന്ന് ഞാൻ വിചാരിക്കണു. എങ്ങനെ സാധാരണ പ്രകൃതി കൊണ്ട് ഇതിൽ മുഴിയുള്ള ആൾക്കാർക്ക് വിഷമമാണ്. പക്ഷെ ഒന്നുണ്ട്, എങ്ങനെയാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. പക്ഷെ ചിലർക്ക്
ധർമ്മനിരതാൻ, അങ്ങയുടെ ധർമ്മങ്ങളെ വേണ്ട രീതിയിൽ മുഴുവൻ ചെയ്യുന്ന ആൾക്കാർക്ക് ശാന്തന്മാരായിട്ടുള്ള അങ്ങയുടെ പാദങ്ങളെ തന്നെ ആശ്രയിച്ചുള്ള തേ ചരണ അലയാൻ, അങ്ങനെയുള്ള ശ്രേഷ്ഠന്മാർക്ക് വേണമെച്ചാൽ ഇതെന്ത് വന്നാലും യാതൊരു ചാഞ്ചല്യം ഇല്ലാണ്ട് കഴിയാൻ പറ്റിയെന്ന് വരാം. പക്ഷേ അത് ഞങ്ങളേമാരില്ല, സാധാരണക്കാർ മാതിരി അവസ്ഥ ഇതല്ല കേട്ടോ ഭഗവാനെ എന്ന് പറയാണ് ഉദ്ധവൻ. ഇതിൽ എന്ത് വന്നാലും സഹിച്ചുകൊണ്ട് എനിക്ക് എന്നെ പറ്റില്ല, എൻ്റെ ശരീരത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല തീർച്ചയായിട്ടും. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ഏകാദശസ്കന്ധേ ഗുണദോഷ നിരൂപണം നാമ ദ്വാവിംശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഉദ്ധവന്റെ ഈ സംശയം നീക്കാൻ വേണ്ടി ഭഗവാൻ അടുത്ത അധ്യായത്തിൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഭിക്ഷുഗീത എന്ന് പറയുന്നത് പറയാൻ പോവാണ് അടുത്ത അധ്യായത്തിൽ.